ഹായ് നമസ്തേ, വെൽക്കം ടു മുംബൈ മലയാളി യൂട്യൂബ് ചാനൽ. ഒരിക്കൽ കൂടി ഒരു വ്യത്യസ്തമായ കണ്ടന്റ്, അതായത് നമുക്ക് ഇപ്പോൾ പുതുതലമുറയ്ക്ക് ധാരാളം അവസരങ്ങൾ ഇന്ന് ഭാരതത്തിൽ തുറന്നു കിട്ടിയിരിക്കുകയാണ്. അത് എങ്ങനെ ഉപയോഗപ്പെടുത്തുന്നു, സംയോജിതമായി അത് ഉപയോഗപ്പെടുത്തിയാൽ മാത്രമേ അതിൻ്റെ ഫലം കിട്ടുകയുള്ളൂ. അതുപോലെ അതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ ഉണ്ടായിരിക്കണം. എൻ്റെ ചെറുപ്പകാലത്ത് അന്ന് SSLC ആണ്, +2 അല്ലെങ്കിൽ പ്രീ ഡിഗ്രി ആണെന്ന്. പാസ്സായാൽ ഉടനെ ജോലിക്ക് അപേക്ഷിക്കുന്ന ഒരു രീതി അന്നില്ല. പക്ഷേ ഇന്നൊക്കെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ മുംബൈ ഉൾപ്പെടെയുള്ള മെട്രോ സിറ്റികളിൽ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലും മറ്റ് സ്ഥലങ്ങളിലും ഒക്കെ കണ്ടുവരുന്നത് വിദ്യാർത്ഥികളായിട്ടുള്ള പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലയളവിൽ തന്നെ വിദ്യാർത്ഥികൾ +2 ലെവൽ കഴിഞ്ഞാൽ ഉടനെ ഒരു ജോലിക്ക് അപേക്ഷിക്കാനുള്ള പരിശ്രമത്തിലാണ്. ജോലി കിട്ടിയാലും ഇല്ലെങ്കിലും അതിനോടൊപ്പം തന്നെ പഠനവും തുടരുക എന്നുള്ളതാണ് അവരുടെ ഒരു രീതി. അപ്പോൾ അത് ഏറ്റവും നല്ല രീതി തന്നെയാണ്. പക്ഷേ പഠനം തുടരുന്ന കൂട്ടത്തിൽ നമുക്ക് ജോലി ചെയ്യാൻ ചിലപ്പോൾ ഏറെക്കുറെ ബുദ്ധിമുട്ടായിരിക്കും. എങ്കിൽ പോലും ജോലി നല്ല ഒരു ജോലി തന്നെയാണ്. അതിനോടൊപ്പം നമുക്ക് പഠനത്തിൻ്റേതായിട്ടുള്ള ഒരു യോഗ്യതകൾ അല്ലെങ്കിൽ ഡിഗ്രി, ഡിപ്ലോമ ഒക്കെ കിട്ടുകയാണെങ്കിൽ അത് വളരെ ഒരു ഭാഗ്യമല്ലേ, ഒരു സൗഭാഗ്യമല്ലേ. അതാണ് അവസരങ്ങളാണ് ഇപ്പോൾ ഇന്ന് നമ്മുടെ ഭാരതത്തിൽ വീണ് കിട്ടിയിരിക്കുന്നത്. പ്രത്യേകിച്ച് നേരത്തെ ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു. അത് നിങ്ങൾ എത്ര പേർ കണ്ടിട്ടുണ്ടെന്ന് അറിയില്ല. കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചോളുക. അഗ്നിവീർ എന്ന് പറയുന്ന കേന്ദ്ര പദ്ധതി, അത് പ്രകാരം 23,000 രൂപ കുറഞ്ഞ സ്റ്റൈപ്പൻഡിൽ, ഏകദേശം അത്രയും സ്റ്റൈപ്പൻഡിൽ മാസം നമുക്ക് കിട്ടുന്ന രീതിയിൽ കുട്ടികൾക്ക് ജോയിൻ ചെയ്യാവുന്ന ഒരു പരിപാടിയാണ് അഗ്നിവീർ. അതുപോലെ തന്നെ വ്യോമസേനയിൽ ഇത് അവസരം തുറന്നു കിട്ടിയിരിക്കുന്നു. ഓർക്കുക, നമുക്ക് യാതൊരു പരിചയവുമില്ലാതെ സ്റ്റൈപ്പൻഡായി 56,000 രൂപ, 50,000 രൂപയ്ക്ക് മേളിൽ മാസം ഒരു വിദ്യാർത്ഥിയായ നമ്മൾക്ക് കിട്ടുകയാണെങ്കിൽ എത്ര ഭാഗ്യമാണതല്ലേ, സൗഭാഗ്യമാണ്. പക്ഷേ അതിനൊക്കെ നമുക്ക് ആദ്യം വേണ്ട ഏറ്റവും വലിയ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് രാജ്യത്തോടുള്ള സ്നേഹം, രാജ്യസേവനത്തിന് ഉള്ള താല്പര്യം, ഇതൊക്കെയാണ്. അപ്പം ഇങ്ങനെയൊക്കെ ഒരു യോഗ്യത കൈമുതലായുള്ളവർക്ക് ആർക്കും ഒരു മിനിമം 50% അധികം മാർക്കും ഉണ്ടെങ്കിൽ തീർച്ചയായും പിന്നെ വ്യോമസേനയിൽ അപേക്ഷിക്കുന്നതിന് ഇപ്പോൾ മിക്ക പേപ്പറുകളിലും അതിൻ്റെ പരസ്യം വന്നിരിക്കുന്നു. അതായത് ഡിസംബർ 31 വരെ അപേക്ഷിക്കാം. വ്യോമസേനയിൽ ഓഫീസർ പോസ്റ്റൽ റാങ്കിലേക്ക് തന്നെ നമുക്ക് അപേക്ഷിക്കാം. അതിന് വേണ്ടിയിട്ടുള്ള മിനിമം ക്വാളിഫിക്കേഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. വെബ്സൈറ്റ് നോക്കി പരിശോധിച്ച് കണ്ടുപിടിച്ച് അപേക്ഷിക്കാം. അതിന് പ്രായപരിധിയുണ്ട്. ഏകദേശം 2000 സമയങ്ങളിൽ ആ ഒരു വർഷം ജനിച്ച ആൾക്കാരായിരിക്കാം അതിനകത്ത് അപേക്ഷിക്കേണ്ടത്. ഇതൊക്കെ വെബ്സൈറ്റ് നോക്കി നമ്മൾ കണ്ടുപിടിക്കേണ്ട കാര്യങ്ങളാണ്. ഡീറ്റെയിൽസ് ഇവിടെ കൊടുക്കുന്നുണ്ട്. ശ്രദ്ധിക്കുക, വീഡിയോ മുന്നോട്ട് കാണുക. ഏതായാലും ഈ അവസരങ്ങൾ തുറന്നു കിട്ടുന്ന, ഈ അവസരങ്ങൾ വിനിയോഗിക്കാൻ പറ്റുന്നവർക്ക് ഒരു അവസരം തന്നെയാണ്. അപ്പോൾ എന്തൊക്കെയാണ് ഈ വ്യോമസേനയിൽ നമുക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങൾ, അതോടൊപ്പം തന്നെ ഒരു ഓഫീസർ പോസ്റ്റിലൊക്കെ ജോലി ചെയ്യുമ്പോൾ നമ്മൾ ഏതൊക്കെ പരിശീലന രംഗത്ത് വരും, ഏതൊക്കെ സേവനങ്ങൾ രാജ്യത്തിന് വേണ്ടി ചെയ്യാൻ സാധിക്കും എന്നുള്ളത് ഈ വീഡിയോയിൽ കുറച്ച് കാണിക്കും. എന്തായാലും ശ്രദ്ധിക്കുക, വീഡിയോ വരും. അപ്പം വ്യോമസേനയിൽ ഒരു ഫ്ലൈയിങ് ഓഫീസറായിട്ട് നമുക്ക് അതിൻ്റെ എക്സാമിനേഷന് വേണ്ടി രജിസ്റ്റർ ചെയ്യുന്നതിന് മിനിമം എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ 10+2 ആണ് പറയുന്നത്. വിത്ത് മിനിമം 50% മാർക്കോട് കൂടി പാസ്സായിരിക്കണം. ഫിസിക്സ്, മാത്തമാറ്റിക്സ് സബ്ജക്റ്റ് പഠിച്ചവരായിരിക്കണം എന്ന് പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഒരു ബാച്ചിലേഴ്സ് ഡിഗ്രി, നമുക്കൊരു ഏതെങ്കിലും ഇതിൽ ഒരു ഡിഗ്രി ഉണ്ടെങ്കിൽ അതും 60% മാർക്കോട് കൂടി, അല്ലെങ്കിൽ അതിന് ഈക്വലൻ്റ് ആയിട്ടുള്ള എന്ത് ഡിഗ്രിയും, ഏത് ക്വാളിഫിക്കേഷൻ. അതിനോടൊപ്പം തന്നെ അപേക്ഷകർക്ക് എഞ്ചിനീയറിംഗ് BTech ബിരുദം 4 വർഷത്തെ ഉണ്ടെങ്കിൽ അത് ഒരു അഡീഷണൽ ക്വാളിഫിക്കേഷൻ ആയിരിക്കും. അതും 60% മാർക്കോട് കൂടി പാസ്സായിരിക്കണം. ഏജ് ഏകദേശം 20-നും 24-നും ഇടയ്ക്ക് പ്രായമുള്ളവരായിരിക്കണം. കൃത്യമായിട്ടുള്ള ഏജ് എത്രയാണ്, ഇതിൻ്റെ മിനിമം ഏജ് ആയിരിക്കണമെന്ന് രജിസ്റ്റർ ചെയ്യുന്ന വെബ്സൈറ്റിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ലഭ്യമാണ്. ഇന്ത്യൻ നാഷണൽ ആയിരിക്കണം, പിന്നെ സിംഗിൾ ആയിരിക്കണം, മാരീഡ് ആയിരിക്കരുത്. നേരത്തെ ഒക്കെ മെയിൽ ആണുങ്ങൾക്ക് മാത്രമേ ഇത് അപേക്ഷിക്കാൻ പറ്റുള്ളായിരുന്നു. ഇപ്പോൾ ലേഡീസിന്, വനിതകൾക്ക് രജിസ്റ്റർ ചെയ്യാം എന്നാണ് അറിയുന്നത്. പിന്നെ നമ്മുടെ ഫിസിക്കൽ ഫിറ്റ്നസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ്. അത് ഈ ടെസ്റ്റ് പാസ്സായാൽ തന്നെ ആദ്യം ഫിസിക്കൽ ടെസ്റ്റുകളാണ് പിന്നെ നടക്കുന്നത്. അതിൽ പരാജിതരായാൽ പിന്നെ നമുക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കില്ല. അപ്പോൾ അത് പ്രത്യേകം ഓർക്കുക. ഫിസിക്കൽ ടെസ്റ്റ് എന്ന് പറയുന്നത് അത് മിനിമം ക്രൈറ്റീരിയ ഉണ്ട്. ഹൈറ്റ്, വെയിറ്റ് ഒക്കെ വരുന്നുണ്ട്. അതിൽ ഹൈറ്റ് മിനിമം ഉണ്ടായിരിക്കണം, വെയിറ്റ് മിനിമം ഉണ്ടായിരിക്കണം. അതൊക്കെ
അതിനകത്ത് പറയുന്നുണ്ട് ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഫില്ലപ്പ് ചെയ്യുമ്പോൾ തന്നെ. അങ്ങനെയാണ് ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ ആപ്ലിക്കേഷൻ ക്രൈറ്റീരിയകൾ ഏകദേശം അത് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അറിയേണ്ടതുണ്ട്. ഇനി ദിശ എന്താണ്? അത് ഡയറക്ടറേറ്റ് ഓഫ് ഇൻഡക്ഷൻ ആൻഡ് സെലക്ഷൻ ഇൻ എ ഹോളിസ്റ്റിക് അപ്രോച്ച് ഫുൾ ഫോം. അതായത് 2005 എയർഫോഴ്സ് സെലക്ഷന് വേണ്ടിയിട്ട്, ഇന്ത്യൻ എയർഫോഴ്സ് സെലക്ഷന് വേണ്ടിയിട്ട് സ്ഥാപിതമായതാണ്. ഇനി അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ എന്താണെന്ന് പരിശോധിക്കാം. അപ്പോൾ അവർ എന്താണ് നമുക്ക് തരുന്ന മാർഗ്ഗനിർദ്ദേശങ്ങൾ, അല്ലെങ്കിൽ എന്താണ് അവരുടെ സെലക്ഷൻ ക്രൈറ്റീരിയ? അവർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഫോർമുലേഷൻ ഓഫ് നോട്ടിഫിക്കേഷൻ ഫോർ എവരി എയർഫോഴ്സ് കോമൺ അഡ്മിഷൻ ടെസ്റ്റ് സൈക്കിൾ. എയർഫോഴ്സ് കോമൺ എക്സാമിനേഷൻ്റെ കാര്യങ്ങളൊക്കെ, അതിൻ്റെ നോട്ടിഫിക്കേഷൻ കൊടുക്കുക, അതിൻ്റെ കാര്യങ്ങളൊക്കെ നടപ്പിലാക്കുക. പ്രിപ്പറേഷൻ ഓഫ് ദ അഡ്വർടൈസ്മെൻറ്റ് ഫോർ ഈച്ച് AFCA cycle for publishing in employment news. Releasing recruitment advertisements in print media. ന്യൂസ്പേപ്പറിലൊക്കെ കൊടുക്കാനുള്ള അഡ്വർടൈസ്മെൻറ്റ് അവരാണ്. ഔട്ട്ഡോർ പബ്ലിസിറ്റി ത്രൂ ഹോർഡിങ്സ് അക്രോസ് ഇന്ത്യ ആസ് വെൽ ആസ് ത്രൂ ഹയറിംഗ് ഓഫ് LED, LCD പാനൽസ് അറ്റ് എയർപോർട്ട്സ്. ഇതൊക്കെ ഡിസ്പ്ലേ ചെയ്യുന്ന ചുമതല. പിന്നെ കണ്ടക്ടിങ് 1-on-1 interactions both virtually as well as physically with the target youth, involving dissemination of career motivational lectures to the target youth. Conduct of induction publicity exhibition vehicle drives across India. Setting of facilitation cum publicity pavilion. Procurement of customized publicity material for distribution to the target youth. അപ്പോൾ ഇതാണ് ദിശ. അപ്പോൾ ഇന്ത്യൻ എയർഫോഴ്സ്, അപ്പോൾ ഇതിൽ എന്താണ് നമുക്ക് ലഭ്യമാകുന്നത് അതുകൂടി നമുക്ക്, അപ്പോൾ എന്ത് ട്രെയിനിങ് ആണ് ലഭ്യമാകുന്നത് എന്നുകൂടി നോക്കാം. ഇന്ത്യൻ എയർഫോഴ്സ് ഓഫേഴ്സ് എ വെറൈറ്റി ഓഫ് ട്രെയിനിങ് പ്രോഗ്രാംസ് ഫോർ ഇറ്റ്സ് ട്രെയിനീസ്. ഫ്ലൈയിങ് ട്രെയിനിങ് ആണ് ബേസിക്കായിട്ട് പറയുന്ന. ട്രെയിനീസ് ഇൻ ദ ഫ്ലൈയിങ് ബ്രാഞ്ച് അണ്ടർഗോ 3 stages ഓഫ് ട്രെയിനിങ് ദാറ്റ് ഗ്രാജുവലി ഇൻക്രീസ് ഇൻ കോംപ്ലക്സിറ്റി. 3 സ്റ്റേജിലുള്ള ട്രെയിനിങ് ഉണ്ട്. ഫ്ലൈയിങ് ട്രെയിനിങ്, അതായത് എയർഫോഴ്സ് പ്ലെയിനുകൾ പറപ്പിക്കാനുള്ള ട്രെയിനിങ്. പിന്നീട് എയർ ട്രാഫിക് കൺട്രോൾ ട്രെയിനിങ് ആണ് പറയുന്നത്. ട്രെയിനീസ് ഇൻ ദ ട്രെയിനിങ്, ദിസ് ട്രെയിനിങ് ഈസ് കണ്ടക്റ്റഡ് അറ്റ് ദ എയർ ട്രാഫിക് ഓഫീസേഴ്സ് ട്രെയിനിങ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആൻഡ് ഇൻ ബേസ്ഡ് ഓൺ ദ ഇൻ്റർനാഷണൽ സിവിൽ ആവിയേഷൻ ഓർഗനൈസേഷൻ പ്രൊസീജിയേഴ്സ്. ഗ്രൗണ്ട് ഡ്യൂട്ടി ട്രെയിനിങ് ആണ് ഒന്നാമതായി പറയുന്നത്. ട്രെയിനീസ് ഇൻ ദ നോൺ ടെക്നിക്കൽ ബ്രാഞ്ചസ് സച്ച് ആസ് അഡ്മിനിസ്ട്രേറ്റീവ്, ലോജിസ്റ്റിക്സ്, അക്കൗണ്ട്സ്, എഡ്യൂക്കേഷൻ or meteorology undergo a 1-year training program at the Air Force Academy. Joint services training ആണ് നാലാമത് പറഞ്ഞിരിക്കുന്നത്. This training aims to develop a sense of mission, unity of purpose and inter-branch camaraderie. അത് പറയുന്നത് aims to develop a sense of mission, unity of purpose. അതിൻ്റെ ഡീറ്റെയിൽ ഒക്കെ കാര്യങ്ങൾ ട്രെയിനിങ്ങിൽ വരും. എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് ട്രെയിനിങ് ആണ് അടുത്തത് പറയുന്നത്. ട്രെയിനീസ് ഇൻ ദ technical branch undergo an initial 22-week training phase at the academy. നാഷണൽ ഡിഫൻസ് അക്കാഡമി, അടുത്തത് NDA എന്ന് കേട്ടിട്ടുണ്ടായിരിക്കും. അവിടുത്തെ ട്രെയിനിങ് എന്താണെന്ന് നോക്കാം. നാഷണൽ ഡിഫൻസ് അക്കാഡമിയിൽ ട്രെയിനിങ് ലഭിക്കും. ദിസ് 3-year training program takes place at the NDA in Khadagpur, followed by specialized training at a training establishment. Basic military training ആണ് അടുത്ത് പറയുന്നത്. This training includes drill, weapon training, ഫിസിക്കൽ ഫിറ്റ്നസ് ആൻഡ് ബേസിക് എയർഫോഴ്സ് നോളജ്, അതൊക്കെയാണ് കൊടുക്കുന്നത്. സ്പെഷ്യലൈസ്ഡ് ട്രെയിനിങ്, ദിസ് ട്രെയിനിങ് ഇൻക്ലൂഡ്സ് ഫ്ലൈയിങ് ട്രെയിനിങ്, ടെക്നിക്കൽ സ്റ്റഡീസ് ആൻഡ് ലീഡർഷിപ്പ് എക്സസൈസസ്. പിന്നെ ലീഡർഷിപ്പ് ആൻഡ് മാനേജ്മെൻറ്റ്, ദിസ് ട്രെയിനിങ് ഇൻക്ലൂഡ്സ് ലീഡർഷിപ്പ് എക്സസൈസസ്, ഗ്രൂപ്പ് ടാസ്ക്സ് ആൻഡ് മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ്. ഔട്ട്ഡോർ എക്സസൈസസ്, ദിസ് ട്രെയിനിങ് ഇൻക്ലൂഡ്സ് ഫീൽഡ് എക്സസൈസസ്, സർവൈവൽ ട്രെയിനിങ് ആൻഡ് അഡ്വഞ്ചർ ആക്ടിവിറ്റീസ്. അപ്പോൾ ഇതൊക്കെ വരും. എല്ലാ തരത്തിലുള്ള ട്രെയിനിങ് പ്രോഗ്രാമിലൂടെ കടന്നുപോയാണ് പൂർത്തീകരിക്കുന്നത്. അതിനുശേഷം ഫ്ലൈയിങ് ട്രെയിനിങ്ങിൽ ബേസിക്കായിട്ട് എന്താണ് വരുന്നത് നമുക്കൊന്ന് നോക്കാം. ഈ ഫ്ലൈയിങ് ട്രെയിനിങ് എന്ന് പറയുമ്പോൾ എയർക്രാഫ്റ്റുകളിൽ നമുക്ക് ആദ്യമേ ഡയറക്റ്റ് കയറി ഫ്ലൈ ചെയ്യാമെന്നുള്ളതല്ല. അതായത് ഏറ്റവും ലേറ്റസ്റ്റ് ഡെവലപ്ഡ് ആയിട്ടുള്ള, ഇപ്പോൾ നമ്മൾ എക്സ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന തേജസ് വാർ ഫൈറ്റർ, ഇതാണ് തേജസ് A2 ഫൈറ്റർ പ്ലെയിനാണ്. അത് നമ്മുടെ HAL, ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ്, ബാംഗ്ലൂരിൽ ഡെവലപ്പ് ചെയ്തതാണ്. ഇൻഡിജീനിയസ്ലി ഡെവലപ്ഡ്, ഏറ്റവും ലേറ്റസ്റ്റ് ആണ് അത്. അപ്പോൾ അതിലൊക്കെ നമുക്ക് ട്രെയിനിങ് ലഭിക്കുക എന്ന് പറയുമ്പോൾ, ആദ്യം ഞാൻ ഇതിൻ്റെ ഒരു ട്രെയിനിങ് പരിശീലനം ഏകദേശം അതിൻ്റെ ഗ്രൗണ്ടിൻ്റെ വെളിയിൽ നിന്ന് കണ്ടിട്ടുണ്ട്.
അപ്പം നമുക്ക് ആദ്യം ഇതൊക്കെ പഠനം പൂർത്തീകരിച്ചതിന് ശേഷം ഇതിൻ്റെ ഓരോ കാര്യങ്ങളും നമ്മൾ ഒരു ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുന്നത് പോലെ സാധാരണ ഒരു 4 വീലറിൻ്റെ എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചതിന് ശേഷം മാത്രമേ 1-2 പേരെ വെച്ച് ഇതിൽ കയറ്റി എയർക്രാഫ്റ്റിൽ കയറ്റി ആദ്യം ചെയ്യുന്നത് ഇത് മുകളിലേക്ക് പൊക്കി നിർത്തുക എന്നുള്ളതാണ്. അതായത് ഒരു ഫ്ലൈറ്റ് നമ്മൾ പിന്നെ ടേക്ക് ഓഫ് ചെയ്യുക എന്ന് പറയുന്ന പോലെ തന്നെ ഒരു എയർഫോഴ്സ് പ്ലെയിൻ എങ്ങനെ ടേക്ക് ഓഫ് ചെയ്ത് വായുവിൽ ഇങ്ങനെ എത്ര നേരം നിർത്താമെന്നുള്ളതാണ് ആദ്യത്തെ ട്രെയിനിങ്. അപ്പോൾ അത് കുറേ നേരം ഇങ്ങനെ നിർത്തി അവിടെ കറങ്ങി നിൽക്കുന്ന ആ ഒരു ട്രെയിനിങ് ഞാനത് നേരിട്ട് വീക്ഷിച്ചിട്ടുണ്ട്. വെളിയിൽ നിന്നാണെങ്കിൽ പോലും നമുക്ക് അകത്ത് പോകാൻ പ്രത്യേക പെർമിഷൻ വേണമല്ലോ. അപ്പം ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിൻ്റെ വെളിയിൽ നിന്ന് ഗവൺമെൻറ് വെളിയിൽ നിന്ന് ഞാൻ അതിൻ്റെ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പം അവിടെ നിന്ന് അത് കുറേ നേരം വായുവിൽ ഇങ്ങനെ നിർത്തി ഇങ്ങനെ ഒരു സ്ഥലത്ത് യൂണിഫോമായിട്ട് അവിടെ തന്നെ നിൽക്കുകയാണ് ഈ എയർക്രാഫ്റ്റ്. അപ്പോൾ അത് എത്ര നേരം നമുക്ക് അങ്ങനെ പിടിച്ച് നിർത്തുന്നു, അതിനുശേഷം അതിങ്ങനെ കറങ്ങാൻ തുടങ്ങും, പതുക്കെ നീങ്ങാൻ തുടങ്ങും, പതുക്കെ വട്ടമിട്ട് ഇങ്ങനെ നീളത്തിൽ കുറച്ച് പൊങ്ങിയതിന് ശേഷം അത് മുന്നോട്ട് ഫ്ലൈ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതൊക്കെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ട്രെയിനിങ് ആണ്. അപ്പോൾ ഇതൊക്കെ നേരിട്ട് അറിയേണ്ട കാര്യങ്ങളാണ്. നമ്മൾ പുറത്തുനിന്ന് പറഞ്ഞാൽ അതൊക്കെ ഇങ്ങനെ പറഞ്ഞ് പോകുന്ന പോലെ ഈസിയല്ല. അപ്പോൾ എത്രയോ പരിശീലന പദ്ധതികൾ കടന്നുപോയാണ് നമ്മൾ ഇത്. അപ്പോൾ ഇതിനൊക്കെ വേണ്ടത് നമുക്ക് ഒരു പാഷൻ അല്ലെങ്കിൽ നമുക്കൊരു രാജ്യസ്നേഹം, ജോലിയോടുള്ള ഒരു പ്രത്യേക താല്പര്യം, ഈ 2 കാര്യങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായും പിന്നെ ബേസിക് ക്വാളിഫിക്കേഷനോടുകൂടി നമുക്ക് ഇതിൽ ചേരുവാൻ സാധിക്കും, സെലക്ഷൻ ലഭിക്കും എന്ന് തന്നെയാണ് പറയാൻ സാധിക്കുന്നത്. എന്തായാലും നമ്മുടെ എല്ലാ ചെറുപ്പക്കാരും ഇതിലേക്ക് ശ്രദ്ധ വരട്ടെ, കൂടുതൽ പേർ ഇതിലേക്ക് ആകർഷകരായി വരട്ടെ. കാരണം നമ്മുടെ രാജ്യം വളരെ വികസിതമായിക്കൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ എയർഫോഴ്സ്, ആർമി, മിലിറ്ററി, എയർഫോഴ്സ് ഇങ്ങനെ 3 വിഭാഗങ്ങളിലും വളരെ ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ ധാരാളം അവസരങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. ലേഡീസിന് അവസരങ്ങൾ, ലേഡീസ് അത് ഉപയോഗിക്കുന്നു എന്നറിയുന്നു. ധാരാളം ലേഡീസ് ജോയിൻ ചെയ്യുന്നുണ്ട്. ഇപ്പം അതിനുവേണ്ടി പ്രത്യേക പരിശീലന കേന്ദ്രങ്ങൾ പോലും സ്ഥാപിച്ചിട്ടുണ്ട്. സെലക്ഷൻ അവർക്ക് എക്സാം പാസ്സായാൽ തന്നെ വീണ്ടും അവരെ വിളിക്കുന്നത് ഫിറ്റ്നസ് ടെസ്റ്റിനാണ്. അപ്പോൾ ഫിറ്റ്നസ് ടെസ്റ്റ് പാസ്സാകുന്നതിന് നേരത്തെ തന്നെ പരിശീലനം തുടങ്ങിയാൽ എപ്പോഴും നല്ലതാണ്. എക്സാം നമുക്ക് പാസ്സാക്കി എടുക്കാമെന്ന് കൂട്ടിക്കോ, പക്ഷേ ഫിറ്റ്നസ് ടെസ്റ്റിൽ പരാജയപ്പെട്ടാൽ നിങ്ങൾക്ക് മുന്നോട്ട് അതിൽ ജോയിൻ ചെയ്യാൻ സാധിക്കില്ല. എന്തായാലും അഗ്നിവീറിൽ 23,000 രൂപയോട് അടുപ്പിച്ച് ഏകദേശം സ്റ്റൈപ്പൻഡുള്ള സ്ഥിതിക്ക് നമുക്ക് മോണിറ്ററി ബെനിഫിറ്റ് അല്ല നോക്കേണ്ടത്, അത് ആദ്യമേ പറഞ്ഞു. എങ്കിൽ പോലും നമുക്ക് കിട്ടാവുന്ന ബെനിഫിറ്റുകൾ ഇതിനകത്ത് പലതുമുണ്ട്. ഒരു വർഷം സ്റ്റൈപ്പൻഡ് ആദ്യം തന്നെ പഠന കാലയളവിൽ തന്നെ അത് ആരംഭിക്കുകയാണ് എന്നോർക്കണം. മുഴുവൻ ഫുൾ ഗവൺമെൻറ് ചെലവിലാണ്, എക്സ്പെൻസിലാണ് നടക്കുന്നതെന്ന് ഓർക്കണം. എയർഫോഴ്സ് ഓഫീസറൊക്കെ ആയിട്ട് ജോയിൻ ചെയ്യുന്നവർക്ക് ആദ്യം തന്നെ 50,000 രൂപയ്ക്ക് മുകളിലാണ് സ്റ്റൈപ്പൻഡ് ലഭിക്കുന്നത്. ഒരു അഗ്നിവീർ, ഒരു സാധാരണ ഒരു അഗ്നിവീർ പദ്ധതി പ്രകാരം ജോയിൻ ചെയ്യുന്ന ഒരാൾക്ക് കിട്ടുന്നത് മാസം സ്റ്റൈപ്പൻഡ് എന്ന് പറയുന്നത് ട്രെയിനിങ് കാലയളവിൽ 23,000 രൂപയോട് അടുപ്പിച്ചാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ പറഞ്ഞു പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഇതിൽ ചിലവുകൾ വരുന്നത് ഇനി എങ്ങനെ വഹിക്കും എന്നുള്ള ആ കാര്യത്തെക്കുറിച്ച് ചിന്ത വേണ്ട. നമുക്ക് ആദ്യം വേണ്ടത് ഇതിനൊക്കെയുള്ള ഒരു മനസ്സും അത് പ്രാപ്തമാക്കി എടുക്കുക എന്നുള്ളതാണ്. എന്തായാലും എല്ലാ വിജയങ്ങളും ആശംസിക്കുന്നു. ഇതിനുവേണ്ടി ശ്രമിക്കുന്നവർക്ക് ഇത്രയെങ്കിലും കാര്യങ്ങൾ എനിക്ക് നിങ്ങളിൽ എത്തിക്കുവാൻ സാധിച്ചതിൽ ചരിതാർത്ഥ്യമുണ്ട്. അപ്പോൾ വീണ്ടും നല്ല വീഡിയോയുമായി വരാം. അതുവരേക്കും ഗുഡ് ബൈ. ഭാരത് മാതാ.